ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്നതും തെറ്റായ നിലയിൽ ദൈവവചനത്തെ വളച്ച് ഒടിച്ച് തിരിച്ച് പഠിപ്പിക്കുന്നതുമായ ഒരു വലിയ സബ്ജക്റ്റാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ഇന്നത്തെ തലമുറ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: പരിശുദ്ധാത്മാവ് ഉണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമോ? ആദിപിതാക്കന്മാരും ഇന്നേക്ക് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ദൈവ മക്കളും ആഗ്രഹിക്കുകയും ആശിക്കുകയും അതിനായി കാത്തിരിക്കുകയും ചെയ്ത ഒരാത്മീയ തലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതായി പല സ്ഥലങ്ങളിലും സഭകളിലും സമൂഹങ്ങളിലും നമ്മൾ കാണുന്നില്ല. ഇതിനെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് പലയിടത്തും ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില വ്യക്തികൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഒരാൾ സ്വർഗത്തിൽ പോകുമോ? പരിശുദ്ധാത്മാവ് പ്രാപിച്ചെങ്കിൽ മാത്രമേ അന്യഭാഷ പറയാൻ പറ്റത്തുള്ളൂ? അന്യഭാഷ പറഞ്ഞെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചില പ്രിയപ്പെട്ടവർ ചില കാര്യങ്ങൾ നിമിത്തം ചോദിക്കുവാനിടയായി. ഞാൻ വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് ദീർഘമായ വീക്ഷണത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്ക് ഞാൻ പറയാം, ഞാൻ അഭിഷേകം പ്രാപിച്ചത് ഏതാണ്ട് 9-10 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. ഞാൻ ദൈവകൃപയിൽ നിൽക്കുന്നത്, അഭിഷേകത്തിൽ നിൽക്കുന്നത് ആ പ്രായം മുതലാണ്. അന്ന് അനുഭവിച്ച ഒരു സാന്നിധ്യവും അന്ന് അനുഭവിച്ച ഒരു ദൈവമഹത്വവും ഉണ്ട്. അതാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. ആ കുട്ടിപ്രായത്തിൽ എൻ്റെ മേൽ പകർന്ന അഭിഷേകമാണ് ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ വന്ന എല്ലാ പരുവരുത്ത അനുഭവങ്ങളിലും വേദനകളിലും എന്നെ നിലനിർത്തിയത് ഈ പരിശുദ്ധാത്മാവാണ്. തത്വത്തിൽ മൂന്നാമനായ ആത്മാവ്. ആദ്യം ഭൂമിയിൽ യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ പാപം നിമിത്തം, സാത്താൻ്റെ വഞ്ചന നിമിത്തം തെറ്റിപ്പോകുന്നു. അവിടെ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ കർമാദികൾ കൊണ്ട്, യാഗങ്ങൾ കൊണ്ട് നോക്കി. പക്ഷെ അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് പുതിയ നിയമത്തിൽ കന്യകയിൽ ജന്മമെടുത്ത ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് സംജാതമാകുന്നു. 33.5 വർഷം ഈ ഭൂമിയിൽ താൻ ജീവിച്ച് 3.5 വർഷം ശുശ്രൂഷ ചെയ്ത് ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകളോടുകൂടെ അനേകരെ പഠിപ്പിക്കുകയും ആ ദർശനത്തിൽ നടത്തുകയും ചെയ്ത ശേഷം 33.5 വയസ്സിൽ ക്രൂശിക്കപ്പെടുകയും കല്ലറയിൽ അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ഇന്ന് പിതാവിൻ്റെ വലതുപക്ഷത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ പോകുന്ന നല്ലത്, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി സകല സത്യത്തിലും വഴി നടത്തുക എന്നുള്ളതാണ്. പാട്ടുപാടി കഴിയുമ്പോൾ 2 അന്യഭാഷ പറയുന്ന ഡ്യൂട്ടി അല്ല പരിശുദ്ധാത്മാവിൻ്റെ. ബഹളം ഉണ്ടാക്കുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്നിൽ വന്നാൽ, നിങ്ങളിൽ വന്നാൽ സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ ജോലി. നമ്മളെ വഴി നടത്തുന്ന, തെറ്റിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും നമ്മെ സുരക്ഷിതരായി സൂക്ഷിക്കുകയും അപ്പോൾ തന്നെ നിത്യത വരെ നമ്മെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കവചമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. നമ്മൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ, നമ്മളെ നിത്യത വരെ ഈ ഭൂമിയിൽ നമ്മൾ പിന്മാറിപ്പോകാതിരിക്കാൻ
നമ്മളെ ധൈര്യപ്പെടുത്താൻ, നമ്മെ ശക്തീകരിക്കാൻ ദൈവം തന്നു വെച്ചിരിക്കുന്ന മാനദണ്ഡമാണ് തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാലുള്ള മാറ്റങ്ങൾ വലുതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? വേദപുസ്തകത്തിൽ ഒട്ടനവധി ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ മാത്രമല്ല പരിശുദ്ധാത്മാവ്, പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നിറഞ്ഞു നിന്നു. വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ച ആത്മാവെന്നു അവിടെ തുടങ്ങി പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ യേശു കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന സമയത്ത് സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെയും നമ്മൾ കാണുന്നുണ്ട്. അവസാനമായി യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കാൻ വേണ്ടി മർക്കോസിന്റെ മാളികമുറിയിൽ ഇരിക്കുമ്പോൾ അവരുടെ മേൽ അഗ്നിനാവോടുകൂടെ പിളർന്ന നാവ് വെളിപ്പെടുകയും വലിയ ഭൂകമ്പം ഉണ്ടാകുകയും വലിയ ശബ്ദത്തോടുകൂടെ ആത്മാവ് അവരുടെ മേൽ വരികയും അവർ അന്യഭാഷകളിൽ പുതുഭാഷകളിൽ സംസാരിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് വൈദ്യനായ ലൂക്കോസ് 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്. ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും മറ്റു പല തലങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ശക്തി, ആ സ്പിരിറ്റ്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാകയാൽ ഇത് ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുകയാണ്. ആ പകർന്നിരിക്കുന്ന ആ പ്രത്യേക പൊസിഷനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഞങ്ങളുടെ മൺകൂടാരത്തിലാണത് പകർന്നിരിക്കുന്നത്. മൺകൂടാരം മീൻസ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിൽ ഇത് പകർന്നിരിക്കുക. നമ്മുടെ ശരീരം ഒരു മൺകൂടാരമാണ്, മണ്ണിൽ നിന്ന് എടുത്ത ഒരു ശരീരമാണ്. അതുകൊണ്ട് ഇത് മൺകൂടാരമാണ്. ഈ മണ്ണ് തിരികെ മണ്ണിലേക്ക് തന്നെ ചേരേണ്ടതാണ്. അപ്പൊ ഇത് മണ്ണിലാണ് ഈ ശരീരം പണിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, അത്യന്ത ശക്തിയാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, ഇത് ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് പകർന്നിരിക്കുന്നത്, ഫുൾഫില്ല് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ശരീരത്തിലാണ്, ഞങ്ങളുടെ മൺകൂടാരത്തിലാണ് എന്ന് പൗലോസ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമസഭ വിശ്വാസികളെ കുറിച്ച് പഠിക്കുമ്പോൾ പുതിയ നിയമസഭ വിശ്വാസികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതായി പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞപ്പോൾ എന്നൊക്കെ വേദപുസ്തകത്തിൽ കാണുന്നു. ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ മേൽ വരുന്നത് എവിടെ? മർക്കോസിന്റെ മാളിക മുറിയിലാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. അത് വ്യക്തമായും പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്തെക്കുറിച്ചും വരവിനെക്കുറിച്ചും വന്നാലുള്ളതായ അടയാളങ്ങളെക്കുറിച്ചും വൈദ്യനായ ലൂക്കോസ് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം, അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ നമ്മുടെ ചിന്ത, നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യോഗത്തിന് പോയത് കൊണ്ടോ പാട്ടുപാടിയത് കൊണ്ടോ കൈയടിച്ചത് കൊണ്ടോ യേശുവിൻ രക്തം രക്തമെന്ന് പറഞ്ഞത് കൊണ്ടോ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം എന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നമുക്കറിയാം, റേഷൻ കടയിൽ പോയി നമ്മൾ റേഷൻ വാങ്ങിക്കാനായിട്ട് ചെന്നാൽ അവിടെ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആദ്യം ചോദിക്കുന്നത് പൈസ ഉണ്ടോയെന്നല്ല, റേഷൻ കാർഡ് ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റേഷൻ സാധനങ്ങൾ കിട്ടും. ഇനി നമ്മളൊരു വിദേശ യാത്രയ്ക്ക് പോവുകയാണെന്ന് ചിന്തിക്കുക. നമ്മളൊരു പെട്ടിക്കകത്ത് കുറേ തുണിയും വാരി കെട്ടി കുറച്ച് മറ്റ് പല കാര്യങ്ങളും ലഗേജും ഒക്കെ ആയിട്ട് നമ്മൾ എയർപോർട്ടോട്ട് ചെന്നാൽ കയറ്റി വിടത്തില്ല. സെക്യൂരിറ്റി അവിടെ നിൽക്കും, ആ എൻട്രൻസിൻ്റെ അവിടെ നിന്നിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: ടിക്കറ്റ് എന്ത് ചെയ്യേ, വിസ എന്ത് ചെയ്യേ, പാസ്പോർട്ട് എന്ത് ചെയ്യേ? ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ എയർപോർട്ടിനകത്തേക്ക് വിടുകയുള്ളൂ, ഇമിഗ്രേഷൻ ഗ്രൗണ്ടിലേക്ക് വിടുകയുള്ളൂ. നമ്മുടെ ടിക്കറ്റ് ഇല്ല, നമ്മുടെ പാസ്പോർട്ട് ഇല്ല, നമ്മുടെ വിസ ഇല്ല, ഈ 3 കാര്യങ്ങളില്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് നമ്മളെ പിടിച്ച് പുറത്താക്കാം. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഫ്ലൈറ്റിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല,
എമിഗ്രേഷൻ ഗ്രൗണ്ടിൽ നമ്മൾ ഫെയിലർ ആവും. നമ്മൾ അതിക്രമിച്ച് കയറിയാൽ നമ്മളെ പിടിച്ച് അകത്തിടാനുള്ള പെർമിഷനും അവർക്കുണ്ട്, അധികാരമുണ്ട്. അപ്പം ഒരു യാത്ര ചെയ്യണമെങ്കിൽ അത് അതിൻ്റെ മാനദണ്ഡം ഉണ്ടാകണമെങ്കിൽ, ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെതായതായ കാര്യങ്ങൾ, നടപടികൾ നടക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണമെങ്കിൽ ചുമ്മാതെ നമുക്ക് കിട്ടത്തില്ല. പണ്ടാരോട് പറഞ്ഞു, യോഗത്തിന് പോയി കണ്ണടച്ച് യേശുവിൻ രക്തം രക്തം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന്. കിട്ടത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണമെങ്കിൽ നമ്മൾ അതിനൊരുക്കമുള്ളവരായി മാറണം. ആദ്യം ചെയ്യേണ്ടത് ഒരുക്കമുള്ളവരായിട്ട് മാറണം. വേദപുസ്തകത്തിൽ തന്നെ പറയുന്നില്ലേ, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് എന്ത് ചെയ്യത്തില്ല, പകരത്തില്ല. അതുപോലെ തന്നെ ഈ മീൻകറി വെക്കുന്ന പാത്രത്തിൽ ഒരിക്കലും ചായ ഇടത്തില്ല. ഇടുവോ? ഒരിക്കലും ചായ ഇടത്തില്ല. മീൻകറി വെച്ച പാത്രത്തിനകത്ത് ചായ ഇട്ടാലുള്ള പരിണത ഫലങ്ങൾ നിങ്ങൾക്കറിയാം. എന്താണ് സംഭവിക്കുക? ആ പാൽ അന്നേരം അത് പിരിയും. നല്ലൊരു ചായ ഇടാൻ പറ്റത്തില്ല. അപ്പം ചായക്ക് നമ്മുടെ വീടുകളിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല ചായ ഇടുക. നല്ല തേയില വാങ്ങിച്ച് പാലൊഴിച്ച് ചായ ഇടുക. നമ്മളൊക്കെ കുടിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ വീടുകളിൽ ചായക്ക് വേണ്ടി ഒരു ചായപാത്രമുണ്ട്. ആ ചായപാത്രം വെച്ചാണ് നമ്മൾ ചായ ഇടുന്നത്. മീൻ കറി വെക്കാനായിട്ട് അതിന് പ്രത്യേക ചട്ടിയുണ്ട്. ചോറ് വെക്കാൻ അതിൻ്റെതായ പ്രത്യേക ചട്ടിയുണ്ട്. എല്ലാം കൂടെ ഒരു പാത്രത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ രുചി കിട്ടത്തില്ല, ഗുണം കിട്ടത്തില്ല, അതിൻ്റെ ആ കുക്കിങ് സക്സസ് ആകത്തില്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പരിവർത്തനം ചെയ്യുന്ന, വിശുദ്ധീകരിക്കുന്ന, ശുദ്ധിയുള്ള ഒരു അവസ്ഥയെ കാണിക്കുക. നമ്മുടെ ശരീരത്തിലാണ് പകരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ശരീരത്തിലേക്ക് പകരണമെങ്കിൽ ഈ ശരീരം മാലിന്യം, വാട്ടം, കോട്ടം, പാപം ഇവയൊന്നും ഉണ്ടാകരുത്. ഈ ശരീരം ശുദ്ധിയുള്ളതായിരിക്കണം. അങ്ങനെ ശുദ്ധിയോടുകൂടെ ഈ ശരീരത്തെ നമ്മൾ കൊണ്ടുപോകുമ്പോഴാണ് ഈ പവിത്രമായ ആത്മാവ് നമ്മുടെ മേൽ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധിയുള്ളതാകണം, നമ്മുടെ ശരീരം ശുദ്ധിയുള്ളതാകണം, നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ടതാകണം, നമ്മുടെ ബ്രെയിൻ വിശുദ്ധീകരിക്കപ്പെട്ടതാകണം, നമ്മുടെ കണ്ണ്, നമ്മുടെ നാക്ക് വിശുദ്ധീകരിക്കപ്പെട്ടത്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടതാകണം. അങ്ങനെ ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മൾ വിശുദ്ധരായി മാറുമ്പോൾ പിന്നെ പകരുന്നതാണ് പരിശുദ്ധാത്മാവ്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടന്ന് പുകയും വലിച്ച് മദ്യപിച്ച് ബഹളമുണ്ടാക്കി ഭാര്യയും തല്ലി ഭർത്താവിനെയും തല്ലി മാതാപിതാക്കളോടും വഴക്കുണ്ടാക്കി നടക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ശക്തി അല്ല പരിശുദ്ധാത്മാവ്. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക്, വേദപുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല. എന്നാൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ മേൽ പകരുന്ന പവിത്രമായ ഒരു ശക്തി അല്ലെങ്കിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് വേദപുസ്തകത്തിൽ കാണും. അതിനാധാരമായിട്ട് എങ്ങനെ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കാം, അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ 4 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള എളുപ്പ വഴി, എളുപ്പമായി ഇത് കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അവർക്ക് വേണ്ടി ഞാൻ 4 കൂട്ടം കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാമത്തെ വാക്യം 39-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: യേശുവിൽ വിശ്വസിക്കണം. വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? യേശുവിൽ വിശ്വസിക്കണം. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകുമെന്ന്. എന്നിട്ട് അതിന്റെ വ്യാഖ്യാനം പറയുകയാണ്, മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അങ്ങനെ യേശു ഉദ്ദേശിച്ചത്, ജീവജലം നദി ഒഴുകും എന്ന് ഉദ്ദേശിച്ചത്
അവനിൽ വിശ്വസിക്കുന്നവർക്കുള്ളിൽ ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച്, അതായത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. അപ്പോൾ ഒന്നാമത് നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം വിശുദ്ധീകരിക്കണം. യേശുവിൽ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കണം. യേശു എൻ്റെ ദൈവമാണെന്നും, യേശു എനിക്ക് വേണ്ടി മരിച്ചെന്നും, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്നും, യേശു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റെന്നും, യേശു എനിക്ക് വേണ്ടി ഇന്നും പിതാവിൻ്റെ വലതുപക്ഷത്ത് പക്ഷപാതം ചെയ്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു എന്നും, യേശു എൻ്റെ രക്ഷിതാവും ദൈവവുമാകുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അത് ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗൊണ്ടത് ഏറ്റുപറയുമ്പോൾ നമ്മളിൽ വരേണ്ട അടുത്ത തലമാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ഇവിടെ കർത്താവിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവിനെ പകരുന്നത്. അപ്പൊ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്തു കിട്ടും? പരിശുദ്ധാത്മാവിനെ കിട്ടും. അപ്പോസ്തലപ്രവൃത്തി 2:38 വാക്യത്തിൽ അടുത്തത് പറയുന്നത് ഇങ്ങനെയാണ്: പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. എന്നാൽ അവിടെ ഒരു പദമുണ്ട്, എന്നാൽ. ഇപ്പൊ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ 2 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാകണം. 2, യേശുവിൽ വിശ്വസിക്കുന്നവരാകണം. അപ്പൊ വിശുദ്ധീകരിക്കപ്പെടുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ മാത്രം പോരാ. അടുത്തത് പറയുകയാണ്, പത്രോസ് പറയുകയാണ്. എന്താ പത്രോസ് പറയുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പൊ മനസ്സാന്തരപ്പെടുന്ന, മനസ്സിന് മാറ്റം വരുന്ന, ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇനി ഞാൻ ജീവിക്കില്ല, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കും എന്ന് പറഞ്ഞ് പാപത്തോട് വിട പറഞ്ഞ്, മോഹത്തോട് വിട പറഞ്ഞ്, എല്ലാ ജീവിതത്തിലെ പാളിച്ചകളും ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച്, ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിച്ച് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചാൽ നിങ്ങളുടെ മേൽ എന്തോ വയ്ക്കും? ഇവിടെ വായിക്കുന്ന എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. ഇനി മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: മോചനത്തിനായി, പാപങ്ങളുടെ മോചനത്തിനായി. മനസ്സാന്തരപ്പെട്ടാൽ മാത്രം പോരാ, പാപങ്ങൾ മോചിക്കപ്പെടണം, ക്ഷമിക്കപ്പെടണം, കഴുകപ്പെടണം, പഴയതിനെ നമ്മൾ കുഴിച്ചിടണം. അതുകൊണ്ട് അവിടെ വായിക്കുകയാണ്, മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം സ്വീകരിക്കണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. പാപമോചനം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. മാനസാന്തരപ്പെട്ട, പാപത്തോട് വിട പറഞ്ഞ, ക്രിസ്തീയ ജീവിതം നയിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. മുമ്പേ ഓർപ്പിച്ചതുപോലെ വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു, യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ അടുത്തൊരു ഭാഗം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, വായിക്കാം: അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ, അടുത്തത് ശ്രദ്ധിക്കണേ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക്, കണ്ടോ, തന്നോട് യാചിക്കുന്നവർക്ക്. ആരോട് യാചിക്കുന്നവർക്ക്? സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പൊ പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ അടുത്ത എളുപ്പ വഴി എന്താണ്? കർത്താവിനോട് യാചിക്കുക, സ്വർഗസ്ഥനായ ദൈവത്തോട് അപേക്ഷിക്കുക. കർത്താവേ, എനിക്ക് ഈ ആത്മാവിനെ തരണേ, ഈ ആത്മാവ് കൊണ്ട് എന്നെ ജീവിപ്പിക്കണമേ, ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം, പുതുഭാഷകൾ എനിക്ക് സംസാരിക്കണം, മർമ്മങ്ങൾ എനിക്ക് ഗ്രഹിക്കണം. അന്യഭാഷ പറയുന്നവൻ, പൗലോസ് പറയുന്നു, ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, അത് മനുഷ്യൻ്റെ ഭാഷയല്ല, ദൈവീക ഭാഷയാണ് എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ, ദൈവമേ ഈ കൃപ എനിക്ക് തരണേ, ഈ അഭിഷേകം എനിക്ക് തരണേ, ഈ കൃപാവരത്തിനകത്ത് എന്നെ ജ്വലിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് എന്ത് ചെയ്യണം? അപേക്ഷിക്കണം. പാസ്റ്റർ പറഞ്ഞതല്ല, ബൈബിളിനകത്ത് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഞാനീ പറയുന്ന വാക്യങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെയാണോ എഴുതിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം.
അങ്ങനാണെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ അപ്പ് ചെയ്യണം. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനായി നിങ്ങൾ എന്ത് ചെയ്യണം? യാചിക്കണം. പിതാവിനോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പൊ മറ്റൊരു എളുപ്പവഴി ഞാൻ പറയുക, പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക, പിതാവായ ദൈവത്തോട്, സ്വർഗസ്ഥനായ ദൈവത്തോട് നിങ്ങൾ എന്ത് ചെയ്യണം? യാചിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് നിറയുവാൻ കഴിയും. ഈ വക കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ഇവിടെ പറയാം. ശുദ്ധീകരിക്കണം, യേശുവിൽ വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം. ഇവിടെ പിതാവായ ദൈവത്തോട് എന്ത് ചെയ്യണം? പുത്രനായ ക്രിസ്തുവിനോട് എന്ത് ചെയ്യണം? യാചിക്കണം. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിക്കേ, നിങ്ങളുടെ മേൽ കൃപാവരങ്ങൾ ജ്വലിക്കും. ഈ വക കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ എത്ര പരിശുദ്ധാത്മാവിനെ തരണേ കർത്താവേ, തരണേ കർത്താവേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അയലോക്കത്ത് പോലും പരിശുദ്ധാത്മാവ് വരത്തില്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റത്തില്ല. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവത്തോട് അടുത്തിരിക്കാനുള്ള സാന്നിധ്യം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ് ആത്മാവ്. നാം പാപം ചെയ്യാതെ, തകർന്നു പോകാതെ, മുടിഞ്ഞു പോകാതെ ഇരിക്കേണ്ടതിന് നമ്മെ ബലപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ മൂന്നാമനായ പിതാവ് കഴിഞ്ഞ് പുത്രൻ, പുത്രനായ കഴിഞ്ഞ് ക്രിസ്തു കഴിഞ്ഞ് പിന്നെ മൂന്നാമതായ ആളത്വമുള്ളവനാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നാം പോകില്ല, സ്വർഗരാജ്യത്തിൽ നാം എത്തില്ല. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ, ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ നമ്മൾ എത്തണമെങ്കിൽ ഈ വക പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വാക്യാടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു തന്നു. ഇത് നിങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും നിങ്ങൾ എങ്ങനെ ചെയ്യുകയും ചെയ്താൽ ഈ കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിനെ ഭാഷാവരത്തോടു കൂടെ, ദൈവകൃപയോടുകൂടെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ ഒരു പ്രയാസവും വരത്തില്ല. ഈസി ആയിട്ട് ദൈവകൃപയിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു വ്യക്തി ചോദിച്ച ചോദ്യത്തിന് ഒരു ആൻസർ എന്ന പോലെ ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങൾക്കും കൂടെ മനസ്സിലാകത്തക്ക നിലയിൽ ഞാൻ വാക്യാടിസ്ഥാനത്തിൽ പറഞ്ഞു തന്ന ഒരു ഭാഗമാണ്. എന്താണ് സബ്ജക്റ്റ്? എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടോ, നമ്മുടെ ചോരയോ, പണമോ, മെഴുകുതിരിയോ, നമ്മുടെ മറ്റ് ഏതെങ്കിലും കാര്യങ്ങൾ ഇതിനൊന്നും ആവശ്യമില്ല. നാം ഉണ്ടാക്കിയ പണം ഇതിനാവശ്യമില്ല. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനോട് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ച് കഴിയുമ്പോൾ, അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം കിട്ടുമെന്ന്. സ്നാനപ്പെടാത്ത ഒരു വ്യക്തി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറയും അല്ല, അതൊരു വികാരമാണ്, പക്ഷെ പരിശുദ്ധാത്മാവല്ല. അപ്പോസ്തലപ്രവൃത്തി 2:38 അതിന് ആൻസർ ഉണ്ട്. അവിടെ വായിക്കുന്നു, മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങൾ കഴുകേണ്ടതിന് നിങ്ങൾ സ്നാനപ്പെടണം. എന്നിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വരയ്ക്കും പുള്ളിക്കും വ്യത്യാസം വരുത്തരുത്. ഒന്നും നമ്മൾ കണ്ടില്ല എന്ന് വെക്കാൻ പാടില്ല. ഈ വചനം വെച്ചാണ് നമ്മെ അവസാന നാളിൽ ന്യായം വിധിക്കുന്നത്. അത് ഇതിനകത്തൊന്നും മറച്ചു വെച്ച് ന്യായം വിധിക്കത്തില്ല. അങ്ങനാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നു എന്നാൽ എന്നൊരു പദമുണ്ട്. എന്ന് പറഞ്ഞാൽ മനസാന്തരപ്പെട്ടെങ്കിലേ, സ്നാനപ്പെട്ടെങ്കിലേ, യേശുവിനെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ, വിശ്വാസ ജീവിതം അനുഭവിച്ചെങ്കിൽ മാത്രമേ, യാചിച്ചാൽ മാത്രമേ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എന്ത് ചെയ്യത്തുള്ളൂ? വരത്തുള്ളൂ. എത്ര പേര് ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നു? ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന ഒരു 50% ആൾക്കാരും പരിശുദ്ധാത്മാവും പ്രാപിച്ചവരായിരിക്കാം. പ്രാപിച്ചവരോടും പ്രാപിക്കാത്തവരോടും അതിനായി കാത്തിരിക്കുന്നവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വാക്ക് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കൂ. ഇത് അന്ത്യനാഴികയാണ്. അന്ത്യസമയത്തേക്ക് നാം എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത മണിക്കൂറുകളിൽ ഈ ലോകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്?
നമുക്കറിയില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്ത സെക്കൻഡുകളിൽ സംഭവിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയാം, ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ക്രിസ്തുവിനുള്ളവൻ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ. ക്രിസ്തുവിനുള്ളവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയൂ. അതുകൊണ്ട് ആത്മാവ് പ്രാപിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവകൃപയോടുകൂടെ നമ്മുടെ ജീവിതം വിജയകരമാക്കാം. കാഹളം കേൾക്കുമ്പോൾ പറന്നു പോകാൻ ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ബലപ്പെടുത്താം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുക്കത്തോടു കൂടെ ആയിരിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുക. കർത്താവാം ദൈവമേ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൂതിനായി സ്തോത്രം. ആ വചന പഠനത്തിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് പലരും ചോദിച്ച ചോദ്യത്തിന് കർത്താവെ, പല കമൻറ്റുകൾക്ക് ഒരു ആൻസർ എന്ന പോലെ ഒരു സ്റ്റഡിയായി ഈ വചനത്തെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ ഇന്ന് രാവിലെ ദൈവം എനിക്ക് ഒരുക്കി തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് തൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കും എന്ന് ഞങ്ങളോട് പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുമെന്ന് പറഞ്ഞത്, ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ, ഞങ്ങൾ ആകേണ്ടതുപോലെ ആകാൻ, അങ്ങ് ഞങ്ങളിൽ എന്താഗ്രഹിക്കുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സ്വർഗം ഞങ്ങൾക്ക് ഇടയാക്കി തീർക്കണം. കൃപയിൽ ഞങ്ങളെ മറയ്ക്കണം. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ ജോലി, ആരോഗ്യം, തലമുറകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ മാസത്തിൻ്റെ സകല നന്മകളും 2026 ഈ മാർച്ച് മാസം ഈ മക്കൾ അനുഭവിക്കേണ്ട സകല നന്മകളും ഇവരുടെ മേൽ സംഭവിക്കട്ടെ, പകരട്ടെ, വ്യാപരിക്കട്ടെ, കെട്ടഴിയട്ടെ, ബന്ധനമഴിയട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഈ ജനം വിടുവിക്കപ്പെടട്ടെ. രോഗസൗഖ്യം സംഭവിക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ, പിശാചിന്റെ തന്ത്രങ്ങൾ വിട്ടുമാറട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ കുറിച്ചിടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ആത്മാവില്ലാത്തവൻ യേശുവിനുള്ളവനല്ല. ആത്മാവുള്ളവനോ യേശുവിൻ്റെ മക്കളാണ്. അവരാണ് അന്ത്യനാളിൽ പറന്നുയരുന്നത്. ഈ ലോകം വിട്ടുപോകാൻ സമയമായി. ഒരുങ്ങാം, നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.